ക്രിപ്റ്റോ ടാക്സ്, ക്രിപ്റ്റോക്കെതിരെയുള്ള ഗവൺമെന്റിന്റെ വജ്രായുധം. 30% ടാക്സ് ആണ് ഗവൺമെന്റ് സക്സസ്ഫുൾ അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ട്രേഡ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എന്തുമാത്രം അധികമാണത്? അത് ഒരു ഡീപ്പായിട്ട് മനസ്സിലാക്കിയാലാണ് എന്തുകൊണ്ട് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ ട്രേഡിംഗ് സക്സസ്ഫുൾ ആവില്ല എന്ന് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. Only very few people can be successful in crypto trading due to this 30% tax and the other rules. Crypto tax ne kurichu koodalayi manasilaakkunnatinayi let's dive into the video along with me, Fabin Andrews. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. ക്രിപ്റ്റോ ടാക്സ് 30% വരെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയാലാണ് അത് എത്രത്തോളം ഭീകരമാണെന്നും എന്തുകൊണ്ട് എക്സ്പേർട്ട് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ ട്രേഡിംഗ് വഴി കാശുണ്ടാക്കാൻ പറ്റുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അത് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്നതിന് പ്രധാനമായും 3 റൂൾസ് നമ്മൾ മനസ്സിലാക്കണം. ഈ 3 റൂൾസ് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്രിപ്റ്റോ ടാക്സിന്റെ ഫൗണ്ടേഷൻ സെറ്റായി. അതിൽ ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് 1% ടാക്സ് ഓൺ എവറി ട്രാൻസാക്ഷൻ എന്നാണ്. അതായത് നമ്മൾ 100 രൂപയ്ക്ക് മേടിക്കുന്ന ഒരു സാധനത്തിന് 1 രൂപ ടാക്സ് കൊടുക്കണം. അപ്പോൾ മേടിക്കുന്നതുകൊണ്ട് മാത്രമായില്ല, മേടിക്കുകയും വിൽക്കുകയും വേണം. ഒരു പർട്ടിക്കുലർ ക്രിപ്റ്റോ 100 രൂപയ്ക്ക് മേടിച്ച് 100 രൂപയ്ക്ക് തന്നെ വിറ്റാൽ നമ്മൾ 2 രൂപ ടാക്സ് കൊടുക്കണം. 1 രൂപ മേടിക്കുമ്പോഴും 1 രൂപ വിൽക്കുമ്പോഴും. അതാണ് ഒന്നാമത്തെ റൂൾ. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ പ്രോഫിറ്റിന്റെ 30% ടാക്സ് ആയിട്ട് കൊടുക്കണം എന്നാണ് രണ്ടാമത്തെ റൂള്. അതായത് 100 രൂപ ട്രാൻസാക്ഷൻ ചെയ്തിട്ട് 100 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ, അതായത് റിസ്ക് റിവാർഡ് 1:1 എന്നുള്ള റേഷ്യോയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 100 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ 30 രൂപ ടാക്സ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കും 30 റുപ്യല്ലേ ഉള്ളൂ, ഇറ്റ് ഈസ് ഓക്കെ എന്ന്. പക്ഷേ നമ്മൾ ചെയ്യുന്ന എല്ലാ ട്രേഡും സക്സസ്ഫുൾ ആവില്ല. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ഒരു എക്സാമ്പിൾ വേണം. അത് നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. മൂന്നാമത്തെ റൂള്, ഇതാണ് ഏറ്റവും ഭീകരമായ റൂള്. അതായത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡ്സ് ലോസ് ആയിട്ടുള്ള ട്രേഡ്സിന് അഗെയിൻസ്റ്റ് ക്യാൻസൽ ആവില്ല എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ റൂള് ക്രിപ്റ്റോയിലുള്ളത്. കാരണം സപ്പോസ് നിങ്ങൾ 2 ട്രേഡ് ചെയ്തു എന്ന് വിചാരിക്കൂ. ഒരു ട്രേഡിൽ നിങ്ങൾക്ക് 100 രൂപ പ്രോഫിറ്റ് വന്നു, മറ്റേ ട്രേഡിൽ 100 രൂപ നഷ്ടം വന്നു. അപ്പോൾ നഷ്ടവും പ്രോഫിറ്റും ക്യാൻസലായി പോയി, ടാക്സ് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിക്കാൻ പറ്റില്ല. കാരണം പോയ 100 രൂപ പോയി, കിട്ടിയ 100 രൂപയ്ക്ക് 30 രൂപ ടാക്സും കൊടുക്കണം. ക്രിപ്റ്റോ ടാക്സിനെ കുറിച്ചുള്ള ബേസിക് 3 റൂൾസ് വൃത്തിയായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ സഹിതം എത്രത്തോളം എക്സ്പെർട്ടീസ് ആവശ്യമുണ്ട് നല്ലൊരു ട്രേഡർ ആവാൻ എന്ന് നമുക്ക് നോക്കാം. ഈ എക്സാമ്പിളിൽ ഞാനൊരു ക്യാരക്ടറിനെ അസ്യൂം ചെയ്തിട്ടുണ്ട്, രാമു എന്ന് പറയുന്നത് ഒരു മീഡിയം ട്രേഡറാണ്. ലെറ്റ് us assume പുള്ളിയുടെ ഓരോ ട്രേഡും 1000 രൂപ വർത്താണ് എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, ഈച്ച് ട്രേഡ് ഈസ് 1000 rupees വർത്ത്. ഈ എക്സാമ്പിളിന് വേണ്ടി പുള്ളി 20 ട്രേഡ് ചെയ്തു. അതായത് 10 ട്രേഡ്സ് മേടിച്ച് വിറ്റു, 10 ക്രിപ്റ്റോ കറൻസീസ് മേടിച്ച് വിറ്റു. അതായത് ടോട്ടൽ 20 ട്രേഡ്സ്, 10 ബൈ ആൻഡ് 10 സെൽസ്. പുള്ളിയുടെ ഒരു ട്രേഡിങ്ങിൽ നമുക്കറിയാം, നമ്മളൊരു റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യാറുള്ളത്. പുള്ളിയുടെ ഒരു റിസ്ക് റേഷ്യോ ഈ എക്സാമ്പിളിന് വേണ്ടിയിട്ട് 1:1 എന്നുള്ള അനുപാതത്തിലാണ് ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഈ എക്സാമ്പിളിൽ 7 ട്രേഡ്സ് പുള്ളി സക്സസ്ഫുൾ ആയി. യൂഷ്വലി 10 ട്രേഡ്സിൽ 7 ട്രേഡ് കിട്ടുന്ന സക്സസ് റേഷ്യോ കിട്ടുന്ന ആൾക്കാർ വളരെ കുറവാണ്. പക്ഷേ ഈ എക്സാമ്പിൾ ഞാൻ എടുത്തിരിക്കുന്നത് എത്രത്തോളം എക്സ്പെർട്ടീസ് വേണം എന്ന് പ്രൂവ് ചെയ്യാനാണ്. അതുകൊണ്ട് 10 ട്രേഡ് എടുത്തതിൽ 7 ട്രേഡ് പുള്ളി സക്സസ്ഫുൾ ആണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ബാക്കി 3 ട്രേഡ് ലോസ് ആയി. അപ്പോൾ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 1:1 ആയതുകൊണ്ട് 100 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഐദർ പുള്ളിക്ക് 100 രൂപ കിട്ടും അല്ലെങ്കിൽ 100 രൂപ പോകും, സ്റ്റോപ്പ് ലോസ് അടിക്കും. ഇതാണ് നമ്മുടെ അസംഷൻ. ഈ എക്സാമ്പിളിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കുന്നത് ഇതിന്റെ എക്സ്പെർട്ടീസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ട്രേഡ് 1000 രൂപ. അങ്ങനെ 7 ട്രേഡ് സക്സസ്ഫുൾ ആയപ്പോൾ പുള്ളിക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 7000 രൂപയാണ്.
ലോസ് എന്ന് പറയുന്നത് 3x1000. നേരത്തെ പറഞ്ഞു റിസ്ക് റിവാർഡ് എന്നുള്ളത് 1:1 ആണ്. അപ്പൊ കിട്ടിയാൽ 1000, പോയാൽ 1000. അപ്പൊ 4000 രൂപ ലോസ് വന്നു. സോ നെറ്റ് പ്രോഫിറ്റ് പുള്ളി ഉണ്ടാക്കുന്നത് എത്രയാണ്? ലോസ് 3000, നെറ്റ് പ്രോഫിറ്റ് 4000. റൂൾ നമ്പർ 2 പ്രകാരം കിട്ടിയ പ്രോഫിറ്റിന്റെ 30% ടാക്സ്. അപ്പോ 7000 രൂപ പുള്ളി പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. 7000ന്റെ 30% എന്ന് പറയുന്നത് 2100 രൂപ. അടുത്തത് 1% ടാക്സ് ഓൺ ഈച്ച് ട്രാൻസാക്ഷൻ. ഓരോ ട്രാൻസാക്ഷനും 1000 രൂപയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 1% പറഞ്ഞാൽ 10 രൂപ. അങ്ങനത്തെ 20 ട്രാൻസാക്ഷൻ ആണ് പുള്ളി 10 ബൈ ട്രേഡിന് വേണ്ടി നടത്തുന്നത്. 10 ട്രേഡിംഗ്. അപ്പോൾ 20 ട്രേഡ്സ് ആണ് ഈ എക്സാമ്പിളിൽ പുള്ളി നടത്തിയിരിക്കുന്നത്. 10 ബൈയും 10 സെല്ലും. അപ്പോൾ അങ്ങനെ 1% ടാക്സ് വെച്ചിട്ട് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നത് 2000 രൂപ. അപ്പൊ ടോട്ടൽ ടാക്സ് വരുന്നത് എത്രയാണ്? 2000 പ്ലസ് 2100. 2000 രൂപ 1% കളക്ട് ചെയ്ത ടാക്സും 30% എന്ന് പറയുന്നത് കിട്ടിയ പ്രോഫിറ്റിലുള്ള ടാക്സും. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഓവറോൾ പ്രോഫിറ്റ് മൈനസ് ടാക്സ്. ഓവറോൾ പ്രോഫിറ്റ് എത്രയാണ്? 4000 രൂപ. കാരണം 7000 രൂപ സക്സസ്ഫുൾ ട്രേഡ്സിന് കിട്ടിയതും 3000 രൂപ ട്രേഡ്സിന്റെ ലോസും. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4000 രൂപ. ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്നത് 4100 രൂപ. അപ്പൊ നെറ്റ് പുള്ളി 100 രൂപ ലോസിലാണ്. ഇത് കൂടാതെ എക്സ്ചേഞ്ച് ഫീസ് ആയിട്ട് 1% കണക്കാക്കാം നമുക്ക്. അത് വേറെ. അപ്പോൾ ഈ എക്സാമ്പിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് 70% അക്യുറസി ഉള്ള ട്രേഡർ ആണെങ്കിൽ കൂടി 1:1 റിസ്ക് റിവാർഡ് വെച്ചിട്ട് പ്രോഫിറ്റബിൾ ആവാൻ ഇന്ത്യയിൽ ക്രിപ്റ്റോ ട്രേഡിങ്ങിൽ പറ്റില്ല. ഇതിൽ എക്സ്ചേഞ്ച് ഫീസ് ആഡ് ചെയ്യുമ്പോൾ ഈ -100 എന്നുള്ളത് ഒരു -1000 വരെ പോകും. കാരണം 20 ട്രേഡിനും പെർസെൻറ്റേജ് വെച്ച് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതും കൂടി കണക്കാക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് പോസിബിൾ. 1:1 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഇന്ത്യയിൽ ക്രിപ്റ്റോ ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ താങ്കൾക്ക് 80% സക്സസ് റേഷ്യോ വേണം. ദാറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട്. അതുകൊണ്ടാണ് ബിഗിനേഴ്സ് ട്രേഡിംഗ് ഫ്രീക്വന്റ് ആയിട്ടുള്ള ട്രേഡിങ്ങിലേക്ക് ഇറങ്ങരുതെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ക്രിപ്റ്റോ മേടിച്ചു, അതൊരു 6 മാസം കഴിഞ്ഞ് 5 ഇരട്ടിയായിട്ട് വിൽക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇവിടെ നമ്മൾ പറയുന്നത് 100 രൂപയ്ക്ക് മേടിച്ച ടോക്കൺ 200 രൂപ എത്തുമ്പോൾ വിറ്റാൽ കൂടി 80% സക്സസ് റേഷ്യോ ഉണ്ടെങ്കിലേ ഇന്ത്യയിൽ താങ്കൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റുകയുള്ളൂ. ഇറ്റ് ഈസ് സോ ഡിഫിക്കൽട്ട്. എന്നെ അറിയുന്നവരോട് ഞാൻ പണ്ടേ പറയാറുണ്ട്, ക്രിപ്റ്റോ ട്രേഡിംഗ് ഈസ് എ റിസ്കി ബിസിനസ്. അതിൻ്റെ കാരണം എന്താണെന്ന് താങ്കൾക്ക് ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ താങ്കൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്. ഫെബിൻ ആൻഡ്രൂസ്.